മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഇഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുകയാണ്. കൊച്ചി ഇഡി ഓഫീസിൽ രാവിലെ 10:30 മണിയോടുകൂടിയാണ് വീണ വിജയൻ ഇപ്പോൾ ഹാജരായിരിക്കുന്നത്. ഭർത്താവ് മുഹമ്മദ് റിയാസിനോടൊപ്പമാണ് വീണ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സിഎംആറുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇഡി പ്രധാനമായിട്ടും ചോദിച്ചറിയാൻ പോകുന്നത്. വീണയോട് വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അനാരോഗ്യത്തെ തുടർന്ന്, അതായത് ജൂൺ 12-ന് ഹാജരാകാനായിട്ട് ഇഡി ആദ്യ സമൻസ് അയച്ചുവെങ്കിലും അതിൽ സാവകാശം തേടുകയായിരുന്നു. എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഹാജരാകാൻ പറ്റില്ല എന്നായിരുന്നു വീണ ഇഡി ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. അതോടൊപ്പം തന്നെ ഞാൻ ഹാജരാകുന്നതിന് പകരം എന്റെ അഡ്വക്കേറ്റ് ഹാജരായാൽ മതിയോ, രേഖകൾ സഹിതം സമർപ്പിച്ചാൽ മതിയോ എന്ന് ഇഡി ഉദ്യോഗസ്ഥരോട് വീണ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇഡി ഉദ്യോഗസ്ഥർ അതിനെ എതിർത്തു. പറ്റില്ല, വീണ തന്നെ നേരിട്ട് ഹാജരാകണം. കാരണം എസ്ലാജോജിക്കൽ കമ്പനിയും അതോടൊപ്പം തന്നെ സിഎംആറിലുമായുള്ള സാമ്പത്തിക ഇടപാടിൽ വീണയുടെ ഉടമസ്ഥയിലുള്ള കമ്പനിയാണ് കർണാടകയിലെ എസ്ലാലോജിക്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഉടമസ്ഥൻ തന്നെ നേരിട്ട് ഹാജരാകണമെന്ന ഒരു ശക്തമായ നിലപാട്, ഒരു നിർണായകമായ ഒരു നിലപാടാണ് ഇഡി എടുത്തത്. കേസിൽ ഇന്നലെ ശശീന്ദ്രൻ കർത്തയുടെ ഭാര്യ ജയ കർത്തയും അതോടൊപ്പം തന്നെ ശരൺ എസ് കർത്തയും ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു. സിഎംആർഎൽ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, അതോടൊപ്പം തന്നെ സിഎംആർഎൽ ഡയറക്ടറും എംപവർ ഇന്ത്യ ഡയറക്ടറുമായ ജയ കർത്ത എന്നിവരാണ് ഇഡി ഇന്നലെ ചോദ്യം ചെയ്തത്. ഈ സിഎംആർഎല്ലിന്റെ ഒരു സഹോദര സ്ഥാപനമാണ് എംപവർ ഇന്ത്യ. ഈ എംപവർ ഇന്ത്യയാണ് വീണയ്ക്ക് 50 ലക്ഷം രൂപ അടക്കം നൽകിയത്. ഇതിലാണ് എന്ത് സേവനത്തിനാണ് വീണയ്ക്ക് 50 ലക്ഷം രൂപ നൽകിയത് എന്നതാണ് ഇഡി ഉദ്യോഗസ്ഥർ ഏറ്റവും പ്രധാനമായി തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെ 10:15 സിഎംആർഎല്ലിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിനായി ഹാജരായത് ഇഡിയുടെ മുന്നിൽ. പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ എസ്ലാജുക്കൽ എന്ന സ്ഥാപനത്തിന് എന്ത് സേവനത്തിനാണ് പണം നൽകിയതെന്നാണ് ഇപ്പോൾ ഇഡി ഉദ്യോഗസ്ഥർ പ്രധാനമായും അന്വേഷിക്കുന്നത്. ഈ സാമ്പത്തിക ഇടപാടിന്റെ കൂടുതൽ വിവരങ്ങളാണ് ശരണിൽ നിന്നും ഇഡി തേടിയത്. സിഎംആറിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യയിൽ നിന്നാണ് വീണയ്ക്ക് 50 ലക്ഷം ലോണായി തന്നെ കിട്ടിയത്. ഇതിനെ ഡയറക്ടർ ജയയിൽ നിന്നാണ് ലോൺ നൽകിയ പശ്ചാത്തലവും തിരിച്ചടവ് വിവരങ്ങൾ എന്നിവയാണ് തേടിയത്. സിഎംആറിന്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിൽ വീണയ്ക്കും അതോടൊപ്പം തന്നെ വീണയുടെ കമ്പനിയായ എസ്ലാലോജിക്കൽ സൊല്യൂഷനിലും സിഎംആർഎൽ 3 വർഷത്തിനിടെ 1.72 കോടി രൂപ നൽകിയതായി കണ്ടെത്തിയിരുന്നു. ചില സേവനങ്ങളുമായി ബന്ധപ്പെട്ട കരാറിന്റെ അടിസ്ഥാനത്തിലാണ് തുക കൈമാറിയതെന്നാണ് രണ്ട് കമ്പനികളുടെ വാദം. എസ്ലാലോജിക്കൽ സിഎംആർഎല്ലിന് യാതൊരുവിധ സേവനങ്ങളും നൽകിയിട്ടില്ല എന്നാണ് ഇൻകം ടാക്സ് പരിശോധനയിൽ വ്യക്തമായത്. ഈ സേവനത്തിന് പിന്നാലെ നൽകിയ പേരിൽ, അതായത് ഇത്രയും വലിയ തുക കൈപ്പറ്റിയതിന് മാസപ്പടി ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആദ്യമായി കേസ് തുടങ്ങുന്നത് ഇൻകം ടാക്സിന്റെ ഒരു സെറ്റിൽമെന്റ് ബോർഡുണ്ട്, അതിൽ നടത്തിയ ഒരു പരിശോധനയാണ്. അതായത് ആദ്യം ഇൻകം ടാക്സ് നടത്തിയ ഒരു പരിശോധനയിലാണ് സിഎംആർഎൽ വലിയ രീതിയിൽ ഒരു സാമ്പത്തികമായ രീതിയിൽ വഴിവിട്ട ഒരു ഇടപാട് എസ്ലാലോജിക്കൽ കമ്പനിയുമായി നടത്തിയെന്ന് ഇൻകം ടാക്സ് കണ്ടുപിടിക്കുന്നത്. അത് വലിയ രീതിയിൽ ഇൻകം ടാക്സ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിനെ ഇത് അറിയിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് ഇവിടെ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് SFIO, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ, ഈ കേസിലേക്ക് വരുന്നതും. അതായത് കോർപ്പറേറ്റ് കാര്യമേഖലയുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകളായതിനാൽ SFIO വരുന്നു. SFIO വന്നതിന് ശേഷമാണ് ഈ മേഖലയിൽ, അതായത് സിഎംആർഎല്ലും അതോടൊപ്പം തന്നെ എസ്ലാലോജിക്കലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ ഒരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് SFIO പറയുന്നു. അതിൽ പ്രകാരം ഇഡിക്ക് ഈ മെസ്സേജ് SFIO ഫോർവേഡ് ചെയ്യുന്നു. അങ്ങനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ കള്ളപ്പണ ഇടപാട് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ PMRLA വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തത്. അതിലാണ് ഇപ്പോൾ ഇഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ വീണ വിജയനെ ചോദ്യം ചെയ്യുന്നത്. ആദ്യം, അതായത് ഈ ജൂൺ മാസം മുതൽ തന്നെ ആദ്യം നടന്നൊരു പ്രധാനപ്പെട്ട കാര്യം, പിണറായി വിജയന്റെ വഴുതക്കാടുള്ള വസതിയിലേക്ക് ഇഡി ഉദ്യോഗസ്ഥർ അതിരാവിലെ തന്നെ റെയ്ഡിനെത്തിയിരുന്നു. അതിൽ ലാപ്ടോപ്പുകളും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ അടക്കമാണ് ഇഡി ഉദ്യോഗസ്ഥർ കൊണ്ടുപോയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇഡി ഉദ്യോഗസ്ഥർക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സിഎംആർഎല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ എന്തിനാണ് വീണ വിജയന് മാസപ്പടിയായി കൊടുത്തത്, ഈ 50 ലക്ഷം രൂപ അടക്കം എന്തിനാണ് കൊടുത്തത്, ഓരോ മാസം കൊടുത്തത്, ചെയ്യാത്ത സേവനങ്ങളൊക്കെയാണ് ഈ എസ്ലോജിക്കൽ കമ്പനി പണം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇഡി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ CPM നേതാക്കന്മാർ അല്ലെങ്കിൽ വീണ വിജയനുമായി ബന്ധമുള്ള അടുത്ത വൃത്തങ്ങൾ അല്ലെങ്കിൽ CPM നേതാക്കൾ പറയുന്നത്, ഈ ചില മൈക്രോസോഫ്റ്റ് എക്സൽ, ഔട്ട്ലുക്ക് അങ്ങനത്തെ പോലുള്ള ചില ചെറിയ സോഫ്റ്റ്വെയറിനാണ് അതാണ് എസ്ലോജിക്കൽ സിഎംആറിന് നൽകിയത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് ഇഡിക്ക് പ്രാഥമികമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇഡി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയത്. എന്തായാലും അന്വേഷണം, ഈ ചോദ്യം ചെയ്യൽ എന്തായാലും വൈകുന്നേരം വരെ കടക്കാനാണ് സാധ്യത. അതിനിടയിൽ കൃത്യമായ തെളിവുകൾ, അതായത് 2-3 ദിവസങ്ങളായി സിഎംആർഎല്ലിന്റെ കർത്തയും ശരൺ എസ് കർത്ത, അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ ഉള്ളവരെ, ശശീന്ദ്രൻ കർത്ത ഉൾപ്പെടെ കുടുംബത്തെ മുഴുവനായിട്ട് ഇഡി ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൽ കിട്ടുന്ന നിർണായകമായ വിവരങ്ങളും അടിസ്ഥാനത്തിലാണ് വീണയോട് ഒരു പുതിയ ചോദ്യാവലി തന്നെ ഇറക്കിക്കൊണ്ടാണ് ഇഡി ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ വീണ വിജയൻ ഇതിൽ പങ്കുണ്ട്, ഇതിൽ ചെയ്യാത്ത സേവനത്തിൽ ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ
സ്വാഭാവികമായിട്ടും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇ.ഡി. ഇന്ന് കടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വൈകുന്നേരത്തോടു കൂടി തന്നെ എറണാകുളത്തെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ പരിശോധന നടത്തി കോടതിയിലേക്ക് ഹാജരാക്കാനുള്ള സാധ്യതയും ഉണ്ടാകും. എന്തായാലും ഇന്ന് വീണ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടുമോ അല്ലെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യലിനായി വീണ്ടും വിളിപ്പിക്കുമോ, അതായത് വീണയുടെ മൊഴിയെല്ലാം തന്നെ ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം, അതായത് CMRL ഉദ്യോഗസ്ഥരുമായി അവർ നൽകിയ മൊഴിയും വീണയുടെ മൊഴിയും എല്ലാം ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം വീണ്ടും വീണയെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുമോ എന്നടക്കമുള്ള നിർണായകമായ കാര്യങ്ങൾ എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി അറിയാൻ സാധിക്കും.